ഹേ ഗായ്സ്, ഇറ്റ്സ് മീ ആരവ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗ്രാനി 3 വിത്ത് അപ്പൂപ്പൻ കളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം നമ്മൾ ഗ്രാനി 3 വിത്ത് അമ്മൂമ്മയായിട്ട് കളിക്കണം. പക്ഷെ നമ്മുടെ ചെറിയൊരു സാഹചര്യം മൂലം നമുക്കത് പറ്റിയില്ല. അതൊരു മോട്ട പുല്ലേ. ഗ്രാനി 3 അല്ല, അതിലും ബെറ്റർ ആയിട്ടുള്ള ഗെയിംസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ അവൈലബിളാണ്. ട്രാഫിക് റൈഡർ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം കണ്ടത്. എന്നാൽ ശരിയാ, ഒന്ന് കളിച്ചു നോക്കാമെന്ന് വിചാരിച്ച് വന്നു. നല്ല കളിയാണ്, ഞാൻ ഒന്ന് കളിച്ചു നോക്കി, എനിക്കിഷ്ടമായി. നല്ല കളിയാണ്, നല്ല ഡ്രൈവിങ്ങിനെ പറ്റിയുള്ള കളിയാണ്. നല്ല കളിയുണ്ട്, എനിക്കിഷ്ടമായി. നിങ്ങളെല്ലാവരും പോയിട്ട് പ്ലേ സ്റ്റോറിൽ കയറ്റി കളിച്ചു നോക്കുക. ഒരു 141-151 MB ഉള്ളൊരു ഗെയിമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് കളിച്ചു നോക്കുക കേട്ടോ. നല്ല ഡ്രൈവിംഗ് സെൻസുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പറ്റുമായിരിക്കും. അങ്ങനത്തെയാണ്. ഇതിലിപ്പോൾ നിങ്ങളൊന്ന് കളിച്ചു നോക്കുക കേട്ടോ. നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. കമോൺ. ഇതാണ് കളി. നിങ്ങൾ മുമ്പ് കളിച്ച് നോക്കിയിട്ടുണ്ടോ എന്നൊക്കെയറിയില്ല. ഇങ്ങനെയാണ് കളി. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്കും റൈറ്റ് സൈഡിൽ ആക്സിലേറ്ററുമാണ്. അപ്പോൾ നമുക്ക് ടൈമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഈ സൈഡിലൂടെ കാണാം, ഈ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം 37 കിലോമീറ്റർ. പിന്നെ നമ്മൾ എത്ര സ്പീഡിലാണ് പോകുന്നത്, 79, 89, 90 km സ്പീഡിലാണ് കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നതെന്ന് നമുക്ക് കാണാം. അത് തന്നെയാണ് കളി. ഇപ്പോൾ എൻലെസ്സാണ് നമ്മളെ കളി എന്ന് വെച്ചാൽ തീരില്ല. ഇത് കളിച്ച് നമ്മൾ ഇപ്പോൾ ഈ ഓരോ നല്ല സ്പീഡിൽ പോകുമ്പോൾ ഈ വണ്ടികളിലൊക്കെ നമ്മൾ ഇടിക്കുകയാണ്. നല്ല സ്പീഡിൽ പോയിട്ട് ഇടിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തോക്കും. നമ്മളപ്പോൾ ചാവും, നമ്മളെ കളി തോക്കും. ഇനി എല്ലാ സ്പീഡിൽ പോയിട്ട് വണ്ടികളിൽ ഇടിക്കുക. നമ്മൾ ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കാണുന്ന ഒരു കമ്പി പോലെ ഉണ്ടോ, അവിടെ ഇടിക്കുകയാണെങ്കിൽ നമ്മൾ ചാവും കേട്ടോ. അങ്ങനെയാണ്. ഇല്ല, ഇനി പതുക്കെ പോയിട്ടാണ് ഇടിക്കണമെങ്കിൽ കുഴപ്പമില്ല. ഞാനൊരു ഡെമോ കാണിച്ചു തരാം. പതുക്കെ പോയിട്ടാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പതുക്കെ പോയിട്ടാണെങ്കിൽ കണ്ടോ, പതുക്കെ പോയിട്ടാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സ്പീഡിൽ പോയിട്ടാണ് ഇടിക്കണമെങ്കിൽ നമ്മൾ ചത്തു. അപ്പോൾ എൻലെസ് ആട്ടോ കളി, എൻലെസ്സാണ്. ഇതിങ്ങനെ തീരൊന്നുമില്ല. അല്ല, എൻലെസ് അല്ലാതെ ടൈമിലും ഉണ്ട് കേട്ടോ കളി. ടൈം വെച്ചിട്ട് കളിക്കാനുള്ള ഇതും നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ ടൈം വെച്ച് കളിച്ചു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻലെസ് കളിച്ചു എന്ന് മാത്രം. നമ്മളെല്ലാവരും പോയിട്ട് കളിച്ചു നോക്കാം കേട്ടോ. നല്ല ഗെയിമാണ്. ഗ്രാനി 3 കളിക്കാമെന്ന് വിചാരിച്ചാണ് ഗൈസ്. പക്ഷേ എൻ്റെ കയ്യിൽ ഒന്നാമത് നെറ്റ് കഴിഞ്ഞു ഗൈസ്. കളിക്കാൻ ഒന്നാമത് നെറ്റ് വേണ്ട. എന്നാലും എൻ്റെ കയ്യിൽ നെറ്റ് ഓഫാക്കി കളിക്കുമ്പോൾ എന്താണാവോ ഈ കളി ഓട്ടോമാറ്റിക്കലി ബാക്കായി പോവാണ്. ഞാൻ നെറ്റിൻ്റെ എന്ന് വിചാരിച്ചിട്ടാണ്, അതുകൊണ്ട് ആ ഗെയിം ഡിലീറ്റ് ചെയ്ത്. എന്നിട്ട് ഈ ഗെയിം നോക്കിയപ്പോഴാണ് ഇത് നെറ്റൊന്നും വേണ്ട, നെറ്റ് വേണ്ടാത്തൊരു കളിയാണ്. നെറ്റിൽ നിങ്ങൾ വെറുതെ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നെറ്റ് കഴിഞ്ഞു അങ്ങനെ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഗെയിം ഒന്ന് കയറ്റി കളിച്ച് നോക്കട്ടോ. നല്ല കളിയാണ്. അങ്ങനെ ബോറടി തോന്നാത്തൊരു നല്ലൊരു ഗെയിമാണ്. എന്തെങ്കിലും കളിച്ച് നോക്കട്ടെ നിങ്ങൾ പോയിട്ട്. കണ്ടോ ഗൈസ്, ഇതിപ്പോൾ നേരത്തെ ഈ ഇടിച്ചത് നല്ല സ്പീഡിലാണെങ്കിൽ എപ്പോഴേ ചത്തനെ ഗൈസ്. ജസ്റ്റ് മിസ്, ഭാഗ്യത്തിനാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു തുരങ്കത്തിൽ കയറി ഇറങ്ങി നമ്മളിങ്ങനെ 5 കിലോ, ഇപ്പം നമ്മൾ സൈഡിൽ കാണാം 70 കിലോമീറ്റർ ആയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ കൂടുതൽ കിലോമീറ്റർ ആകുമ്പോൾ ഇങ്ങനെ കൂടുതൽ പൈസ കിട്ടും. കൂടുതൽ പൈസ കിട്ടുമ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ഓടിക്കുന്നതൊരു നീല സ്കൂട്ടറാണ്. ഞാൻ കളി തുടങ്ങുമ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഈ കളി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത് നീല സ്കൂട്ടറാണ്. നമുക്ക് അടുത്ത കളി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിനി ഇപ്പോൾ നമ്മൾ അത്യാവശ്യം എത്തിയല്ലോ കിലോമീറ്ററൊക്കെ. ഇനി ഇതിൻ്റെ പൈസ നമുക്ക് കിട്ടുമ്പോൾ ആ പൈസ കൊണ്ട് നമുക്കിനി വേറെ വണ്ടികൾ എടുക്കാം. പിന്നെ നമ്മൾ ഓടിക്കുന്ന ഹാൻഡ് ഉണ്ടോ, നല്ല ഗ്ലൗസ്, ഒരു ബ്ലാക്ക് ഗ്ലൗസ് ഇട്ടിട്ട് ആ ഗ്ലൗസ് നമുക്ക് മാറ്റാം കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് കളിച്ച് നോക്കുക, നല്ല ഗെയിമാണ് കേട്ടോ.
8 കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഈ കളി തോറ്റ ഞാൻ ഈ കളി കഴിഞ്ഞിട്ട് എൻലെസ് ആയിട്ട് ഈ കളി തോക്കണം, അല്ലാതെ തീരില്ല. ഈ കളി തീർന്നിട്ട് ഞാൻ കാണിച്ചു തരാം. കുറേ വണ്ടികളുണ്ട്, പക്ഷേ ഈ സ്കൂട്ടർ കഴിഞ്ഞാൽ നമുക്ക് ഇനി വേറെ വെള്ള സ്കൂട്ടർ കിട്ടുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഒരു 2000 ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കളി കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം പൈസ കിട്ടും. പൈസ കിട്ടിയിട്ട് നോക്കുകയാണെങ്കിൽ അടുത്തൊരു വെള്ള സ്കൂട്ടർ കൊടുക്കുക. അതിന് 2500 രൂപയുള്ളൂ. ആ വെള്ള സ്കൂട്ടറാവും നമ്മൾ ഇത് കഴിഞ്ഞെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ആ ഒരു വെള്ള സ്കൂട്ടറിൻ്റെ കൂടിയും കഴിഞ്ഞിട്ടാണ് നമ്മൾ ബൈക്ക് എടുക്കുക. ഒരു പച്ച ബൈക്ക്. അതിന് 5000 രൂപയാണ് കളിയിൽ കേട്ടോ. 5000 രൂപയാണ്. ഞാൻ ഈ കളി കണ്ട് കാണിച്ചു തരാം. ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ കളി കാണിച്ചു തരാം. ഇങ്ങനെ ഇടയിൽ കൂടി കട്ട് ചെയ്ത് പോവാണ് ഗൈസ്. ഈ വണ്ടികൾ മുന്നിൽ കയറിയതും പ്രശ്നമാണ് ഗൈസ്. പിന്നെ നമ്മൾ ഈ വണ്ടി ഇങ്ങോട്ട് തിരിക്കാൻ വേറെ ഇതൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഫോണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ആ മൂവിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പോവുക. നമ്മൾ ഫോണ് ഇങ്ങനെ തിരിച്ചാണ് പിടിച്ചേക്കുന്നത് എന്നുണ്ടെങ്കിൽ തിരിച്ചാണ് പിടിച്ചേക്കുന്നത്. നമ്മൾ ഈ കളി കളിക്കുമ്പോൾ അങ്ങനെ തിരിച്ച് പിടിക്കണം. പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെരിക്കുമ്പോൾ ആ ചെരുവിലാണ് കേട്ടോ ഈ വണ്ടി സൈഡിലേക്ക് പോവുക. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇപ്പോൾ നമ്മൾ ഈ ഫോൺ ഇങ്ങനെ തിരിച്ചു പിടിച്ചേക്കുന്നത് ഇങ്ങനെ ഈ സൈഡിലേക്ക് ചെരിക്കുമ്പോൾ ആ ചെരുവിലാണ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവുക. ഇത് തിരിക്കാൻ വേറെ ബട്ടനും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ഫോൺ അങ്ങോട്ട് തിരിക്കുമ്പോൾ ആ ഒരു തിരിവിലാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ചെരിയുന്നത്. അപ്പം അതെല്ലാം ശ്രദ്ധിക്കുക കേട്ടോ കളിക്കുകയാണെങ്കിൽ. ശരിക്കും ഈ കളി എന്ന് പറയുകയാണെങ്കിൽ ഗ്രാനിയുടെ പോലെ അല്ല ഗൈസ്. ഈ ഗ്രാനി നമ്മൾ വേറെ കളികളൊക്കെ കളിക്കുമ്പോൾ ചിലപ്പോൾ ഈ കളി ചിലപ്പോൾ പെട്ടെന്ന് തീരും കേട്ടോ. നമ്മൾ ഈ വീഡിയോ ചിലപ്പോൾ പെട്ടെന്ന് തീരും. കാരണം മറ്റേ ഗ്രാനിയുടെ കളി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചപ്പോൾ 26 മിനിറ്റ് എടുത്തു. കളി 26 മിനിറ്റ് എടുത്തു. പക്ഷേ ഈ കളി അത്ര എടുക്കില്ല. ഇത് ഒരു 10 ഇപ്പോൾ തന്നെ അത്രയും 9 മിനിറ്റായി. ഈ 10 മിനിറ്റ് ആകുമ്പോഴേക്കും മിനിമം കളി ചെയ്യും ഗൈസ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് അങ്ങനത്തെ കളിയാണ്. ചിലപ്പോൾ നമ്മൾ തോക്കുകയാണെങ്കിൽ പെട്ടെന്ന് കളി തീരും. പക്ഷെ ഗ്രാനി അങ്ങനെയില്ല. ഗ്രാനി നമ്മൾ കുറേ കണ്ടുപിടിക്കാനും രക്ഷപ്പെടാനുള്ള കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് അത്ര പെട്ടെന്ന് കളി തീരില്ല. പക്ഷെ ഇത് പെട്ടെന്ന് തീരും ഗൈസ്. അതാണ് പ്രശ്നം. നമ്മൾ കളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഇനി അടുത്ത വീഡിയോ ഇടുമ്പോൾ ഇനി വല്ല ഫുട്ബോൾ ഗെയിംസിൻ്റെ വല്ല വീഡിയോ ഇടാം കേട്ടോ ഗൈസ്. എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഓരോ ഗെയിം കളിക്കണോണ്ടേ എപ്പോഴും അല്ല എന്നാലും ഇങ്ങനത്തെ ഗെയിം കളിച്ച് ബോറാവാണ് ഗൈസ്. ഞാൻ ഇപ്പോൾ കുറേ കളി കളിച്ചു. ഞാൻ ഇപ്പോൾ ഒരു 10 കളി മിനിമം കളിച്ചിട്ടുണ്ടാവും. അതിലേക്ക് ഇഷ്ടമായ ആദ്യത്തെ ഒന്നാണ് ആദ്യം ഇട്ട ഗ്രാനി. ഇതിപ്പോൾ രണ്ടാമത്തെ വീഡിയോ എനിക്കിഷ്ടമായത്. ജസ്റ്റ് സ്പീഡിലായിരുന്നു പോയനെ. എനിക്കിഷ്ടമായ രണ്ടാമത്തെ ഒരു ഗെയിമാണ് ഈ ട്രാഫിക് റൈഡർ. അതുകൊണ്ടാണ് ഈ ഗെയിം പ്ലേ ഇട്ട്. അടുത്ത ഗെയിം പ്ലേ ഞാൻ വല്ല ഫുട്ബോളിൻ്റെ ഇടാൻ പോവാണ് ഗൈസ്. കാരണം തന്നെയാണ് ഇങ്ങനെ വലിയ സമയമില്ല ഗൈസ് ഇതിനൊന്നും.
ഫുട്ബോളിൻ്റെ അതിന് വലിയ സമയമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഇങ്ങനത്തെ ഒരു കളിച്ച് ബോറടിക്കാണ് ഗൈസ്. ഇനി അടുത്ത കളി അടുത്ത കളി ഫുട്ബോളിൻ്റെ വല്ല ഗെയിംസ് എന്തെങ്കിലും ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക കേട്ടോ, ആൻഡ് ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അടുത്ത ഗെയിം പ്ലേ ചെയ്ത് വന്ന്. ഞാൻ ഫുട്ബോൾ ഗെയിം പ്ലേ ഇടണമെന്നുണ്ട്, എന്നാലും നിങ്ങൾ പറയൂ ഏത് ഗെയിം പ്ലേ ഇടുന്നത്, ആ ഗെയിം പ്ലേ ഞാൻ ഇടുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക കേട്ടോ, ആൻഡ് ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, ഞങ്ങൾ പറയണ ഏത് ഗെയിമാണെന്ന് വെച്ചാൽ കളിച്ചിടുന്നതായിരിക്കും ഗായ്സ്. എനിക്ക് ഫുട്ബോൾ ഗെയിം പ്ലേ ഇടണമെന്നുണ്ട്, എന്നാലും നിങ്ങൾ പറയൂ ഏത് ഗെയിം പ്ലേ ഇടണമെന്ന്, ആ ഗെയിം പ്ലേ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഏതാന്ന്. ഗായ്സ് നമ്മൾ പോയി 22 കിലോമീറ്റർ ആയിട്ടോ. 22.43 കിലോമീറ്റർ ആയിപ്പോൾ. ഗൈസ് ഇതാണ് പ്രശ്നം ഗൈസ്, നമ്മളിങ്ങനെ സ്പീഡിൽ പോയിട്ട് ഇടിച്ചാണിത്. ഇതാണ് ഗൈസ് പ്രശ്നം. നമ്മുടെ ലെവല് കൂടിയിട്ടോ, ലെവല് നമ്മുടെ 3 ലെവലായി. ഗൈസ് നമ്മൾക്ക് അടുത്ത ബൈക്ക് കിട്ടാറായി തോന്നുന്നു. ഇല്ല, അതിന് കുറച്ചുകൂടി കാശ് വേണം. ആ കാശ് കിട്ടിയാൽ നമ്മളെടുക്കും. പക്ഷെ അതിന് മുന്നേ നമുക്ക് വേറെ ബൈക്ക് എടുക്കണം. നമ്മുടെ ഈ ബൈക്കിൻ്റെ അപ്ഡേഷൻ തീർക്കണം നമുക്ക് ഗൈസ്. അവിടെ ഈ ബൈക്കിൻ്റെ പവർ നമ്മൾ ശരിയാക്കി, ഹാൻഡിലിങ് ശരിയാക്കി, ബ്രേക്കിങ് ശരിയാക്കി. ഇനി അടുത്തത് ഈ സ്കൂട്ടറായിട്ടോ നമുക്ക് കിട്ടുക. ഈ പൈസ കൊണ്ടേക്ക് ശരിക്കും ഇപ്പോൾ ഈ കളഞ്ഞ പൈസ കൊണ്ടേക്ക് ശരിക്കും ഈ സ്കൂട്ടർ എടുക്കാമായിരുന്നു. എന്നാലും ഇരുന്നോട്ടെ, കുഴപ്പമില്ല, അതിൻ്റെ ബ്രേക്കൊക്കെ ശരിയാക്കി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് അത് ഇതാക്കി. ഇനി അടുത്ത കളി കളിച്ച് ഇനി ഈ സ്കൂട്ടർ എടുക്കണം. അങ്ങനെ പോയിട്ട് ഈ സ്കൂട്ടർ, പിന്നെ ബൈക്ക്, ഇങ്ങനത്തെ ബൈക്ക്. ഞാൻ ശരിക്കും പണ്ടൊരു വട്ടം ഈ ഗെയിം കളിച്ചിട്ടുണ്ട് ഗൈസ്. പണ്ട് കേട്ടോ, ഞാൻ എനിക്ക് എത്ര ഒരു 7 വയസ്സ്, ഞാൻ ഒരു 7 വയസ്സല്ല, ഒരു 2-ലോ 3-ലോ പഠിക്കുമ്പോൾ അന്നുകൊണ്ട് ഈ ഗെയിം ഞാൻ കളിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ഈ ബൈക്ക് വരെ എടുത്തിട്ടുണ്ടായിരുന്നു, ഈ പച്ച ബൈക്ക് അല്ല, ഈ നീല ബൈക്ക് വരെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ അപ്പോഴേക്ക് അമ്മ ഡിലീറ്റ് ചെയ്തു. ഈ നീല ബൈക്ക് വരെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, 20,000 രൂപയ്ക്ക് ഈ നീല ബൈക്ക് വരെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ ഡിലീറ്റ് ചെയ്തു ഗൈസ്. അത് അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ ഗെയിം പ്ലേ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ, അടുത്ത ഗെയിം പ്ലേ ഏത് കാണുന്നത്, ആ ഗെയിം പ്ലേ ഞാൻ കളിക്കുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യാൻ, ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. പിന്നെ എനിക്ക് ആഗ്രഹം ഈ ഫുട്ബോളിൻ്റെ ഗെയിം പ്ലേ കളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെന്തെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ, നിങ്ങളെന്തെങ്കിലും കമൻറ്റ് ചെയ്യണം ഏത് ഗെയിം പ്ലേ എടുത്ത് കളിക്കുന്നത്, ആ ഗെയിം പ്ലേ എന്തായാലും അടുത്തോട്ടം കളിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു ഗെയിം പ്ലേ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.